കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അശ്വിൻ്റെ കുടുംബമായിട്ടുണ്ടെങ്കിൽ ദിയയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അടിച്ച് പിരിഞ്ഞോ എന്നുള്ള രീതിയിലൊക്കെ. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ കണക്കുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് ആരും വന്നിട്ടൊന്നുമില്ലായിരുന്നു. സമയത്തുണ്ടെങ്കിൽ ദിയൊക്കെ പറഞ്ഞതുണ്ടെങ്കിൽ തിരക്കാണ്, വേറെ കാര്യമുണ്ടെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ ആൾക്കാരത് അത്രയും വിശ്വസിക്കുന്നില്ലായിരുന്നു. അതേ സമയത്താണ് ഇതേ കണക്കുണ്ടെങ്കിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. കണ്ണി കണ്ടവരൊന്നും എനിക്കുണ്ടെങ്കിൽ അമ്മ എന്ന് വിളിക്കാൻ പറ്റത്തില്ല, എനിക്കുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു അമ്മയുണ്ട്, എൻ്റെ മോനുണ്ടെങ്കിൽ ഇനി വേറെ ആരെങ്കിലും അമ്മ എന്ന് വിളിച്ചാൽ പോയി അത് സമ്മതിക്കത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പോലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വണ്ടിയുടെ പിറവിലുണ്ടെങ്കിൽ അശ്വിൻ്റെ അമ്മ ഇരിപ്പുണ്ട്. അശ്വിൻ്റെ അമ്മയെക്കുറിച്ചാണ് ഈ പറയുന്നതല്ല. ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ കുടുംബം അതിന് ശേഷമാണ് പിന്നെ ബർത്ത്ഡേ ഫംഗ്ഷനൊന്നും പങ്കെടുത്തിട്ടില്ലായിരുന്നു. സോ ഈ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് അവരമ്മ എന്തോ പ്രശ്നമുണ്ടെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, അശ്വിൻ്റെ കുടുംബമായിട്ടൊന്നും അത്ര സെറ്റായിട്ട് പോകുന്നില്ല, അശ്വിൻ്റെ കുടുംബത്തിൽ നിന്ന് ഇപ്പം മാറിയാണ് നിൽക്കുന്നത്, അതോടെ തന്നെ അവരുടെ കുടുംബമായിട്ട് സെറ്റ് ആവുന്നില്ല, അവരുടെ അച്ഛനാണ് ചെന്നിട്ട് എല്ലാം സോൾവ് ആക്കാൻ ശ്രമിച്ചെന്നുള്ള രീതിയിലൊക്കെ ഒരു കമൻറ്റ് ഒരാൾ ഇട്ടിട്ടുണ്ട്. എന്തായിരുന്നാലും ശരി, ഇതിന് മറുപടി എന്നുള്ള രീതിയിൽ ഇതിന് പ്രതികരിച്ച് ഇതുവരെ ഒരു വീഡിയോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ അവരുടെ കുടുംബമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഇല്ലയോ എന്ന് പോലും ഉണ്ടെങ്കിൽ അറിയത്തില്ല. ഇനി പ്രതികരിച്ചാൽ മാത്രമേ എന്തോ സംഭവം എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ.